മേധാൻ ഡയറക്ടർ അമിത് ശർമ്മയോടായും താങ്ക്സ് പറയേണ്ടത്. 1950-60 കാലഘട്ടത്തിൽ ഇന്ത്യക്ക് ഇത്രയും വലിയ ഫുട്ബോൾ അച്ചീവ്മെന്റ്സ് ഉണ്ടെന്ന് കാണുന്ന എല്ലാവരും അറിയിച്ചേന്. അല്ലെങ്കിൽ ഞാൻ അതിനെപ്പറ്റി ഒന്നും അറിയാൻ പോലും പോകണമായിരുന്നു. പിന്നെ കോച്ച് സയ്യദ് അബ്ദുൾ റഹീമിന് ഒരു ബിഗ് സല്യൂട്ട്. വീണ്ടും ഇങ്ങനെ ഒരു ഡെഡിക്കേറ്റഡ് കോച്ച് ഉണ്ടാവട്ടെ ആൻഡ് വീണ്ടും ഇന്ത്യ ക്വാളിഫൈ ആവട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഫുൾ ഹാർട്ട് ആൻഡ് സോൾ ഇട്ട് തന്നെയാണ് ഈ സിനിമ ഡയറക്ടർ നമുക്ക് മനസ്സിലാവും. അത്രയും വെരി വെൽ എക്സിക്യൂട്ടഡ് ആണ്. ഇതിൽ ഈച്ച് ആൻഡ് എവറി ആസ്പെക്ട്സ് ഡയറക്ടർ നന്നായിട്ട് തന്നെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. ആദ്യം എടുത്ത് പറയുന്നത് പ്രൊഡക്ഷൻ ഡിസൈൻ ആണ്. ആ ഒരു കാലഘട്ടം വളരെ വൃത്തിയായിട്ട് തന്നെ റീക്രിയേറ്റ് ചെയ്യുന്നത്. പിന്നെ നമ്മളെ ഭയങ്കര ഈസിലി പുള്ള് ചെയ്യാൻ പറ്റുന്ന ഡയറക്ടറിന് ആ ഒരു കാലത്തിലോട്ട്, സപ്പോർട്ടഡ് ബൈ ദ കോസ്റ്റ്യൂംസ്, മേക്കപ്പ് എല്ലാം. പിന്നെ സെക്കൻഡ് എടുത്ത് പറയേണ്ടത് മ്യൂസിക് ബൈ എ റഹ്മാൻ. അത് എപ്പോഴും ഒരു വണ്ടർ തന്നെയാണ്. ഏതൊരു പ്രൊഡക്റ്റ് കൈ കിട്ടിയാലും അതിൽ എ റഹ്മാൻ മ്യൂസിക് എന്നാണെങ്കിൽ നമുക്കൊരു ബ്രില്യൻ മ്യൂസിക്കൽ വർക്ക് തന്നെ കാണാൻ സാധിക്കും. ഇതിനകത്ത് നല്ല തമ്പിങ് ബാക്ക്ഗ്രൗണ്ട് സ്കോറും പിന്നെ മിർസ എന്ന സോങ് ഒരു നോട്ടബിൾ ആയിട്ട് തന്നെ ഫീൽ ചെയ്തു. പിന്നെ സിനിമാറ്റോഗ്രഫി ഗംഭീരമായിരുന്നു, നല്ല വിത്ത് ബ്രെത്ത് ടേക്കിംഗ് വിഷ്വൽസ്. പിന്നെ ഈ സിനിമയുടെ ലാസ്റ്റ് 40 മിനിറ്റ്സ് അത് ഔട്ട്സ്റ്റാൻഡിംഗ് ആണ്. നമ്മൾ സ്റ്റേഡിയത്തിൽ ശരിക്കും ഒരു കളി കാണുന്ന ഫീലാണ് എനിക്ക് കിട്ടിയത്. പിന്നെ തിയേറ്ററിലെ ഓഡിയൻസ് ആണെങ്കിലും കംപ്ലീറ്റ്ലി വിസിലിംഗ്, ചിയറിംഗ് എല്ലാം ഉണ്ട്. അങ്ങനെ നമുക്ക് തോന്നാം, അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ഫീൽ ചെയ്യാനുള്ള ഏറ്റവും വലിയ റീസൺ ഇതിലെ വെൽ എക്സിക്യൂട്ടഡ് മാച്ചസ് ആണ്. പിന്നെ സെക്കൻഡ് ഹാഫിലെ ബ്രില്യൻ സ്റ്റോറി ടെല്ലിംഗ്, ഭയങ്കര കൺവിൻസിങ് അല്ലെങ്കിൽ ഭയങ്കര ഒത്തന്റിക് ആയിട്ടാണ് ഇതിൽ ഓരോ മാച്ച് എക്സിക്യൂട്ട് ചെയ്യുന്നത്. ശരിക്കും നമുക്ക് ഫീൽ ചെയ്യും അതിൽ ഓരോ കളികളും. ഇനി കമ്മിങ് ബാക്ക് ടു ദ പെർഫോമൻസസ്, അജയ് ദേവ്ഗൺ ദ മാൻ ഓഫ് ദ മൂവി. ഈ സിനിമയിൽ അത്യാവശ്യം കുറേ ഫ്ലോസ് ഉണ്ട്, പക്ഷെ അതൊക്കെ മറികടന്ന് നമ്മൾ ഈ സിനിമയിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് അജയ് ദേവ്ഗൺ എന്ന ആക്ടറിന്റെ പെർഫോമൻസ് കൊണ്ട് മാത്രമായിരിക്കും. ആ ഒരു കോച്ചിന്റെ ക്യാരക്ടറും ഹി വാസ് ലിവിങ് ദ റോൾ, കരിയർ ബെസ്റ്റ് പെർഫോമൻസ് തന്നെയാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. പിന്നെ പ്രിയമണി വളരെ നല്ല നാച്ചുറൽ പെർഫോമൻസ് തന്നെ കാഴ്ചവെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലെ പ്ലേയേഴ്സും നന്നായിട്ടുണ്ടായി. ഇനി നെഗറ്റീവ്സിനെ പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് ഫസ്റ്റ് ഹാഫ് ഒരു ജസ്റ്റ് ഒരു ബിലോ ആവറേജ് ഔട്ടിംഗ് ആയിട്ട് മാത്രമേ ഫീൽ ചെയ്തുള്ളൂ. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഒരു ഇമോഷണൽ കണക്ഷൻ അല്ലെങ്കിൽ ഒരു തീരോടെ ഇനി ഇമ്പാക്ട് ഫീൽ ചെയ്തില്ല. ഈ പ്ലേയേഴ്സിന്റെ ഫോർമേഷൻ, സെലക്ഷൻ, പിന്നെ ആ പ്ലേയേഴ്സും അജയ് ദേവ്ഗൺ തമ്മിലുള്ള കണക്ഷൻ ഒന്നും അങ്ങോട്ട് ഒരു കണക്ഷൻ കിട്ടിയില്ല. എന്ന് വെച്ച് ഫസ്റ്റ് ഹാഫ് ഭയങ്കര മോശമൊന്നുമല്ല, ബട്ട് സെക്കൻഡ് ഹാഫ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഫസ്റ്റ് ഹാഫ് കുറച്ച് ഡൗൺ ആയിട്ട് ഫീൽ ചെയ്തു. ചക്ദേണ്ടിയ സിനിമയുടെ ഷെയ്ഡ് നമുക്ക് കാണാൻ പറ്റും. പിന്നെ പ്രിയമണി അജയ് ദേവ്ഗൺ നമ്മളുടെ കെമിസ്ട്രി ഭയങ്കര ലവ്ലി ആയിരുന്നു, ശരിക്കും നന്നായിട്ട് വർക്ക്ഔട്ട് ആയിട്ടുണ്ട്. ഓവറോൾ ഒരു വെരി വെൽ എക്സിക്യൂട്ടഡ് സ്പോർട്സ് ബയോഗ്രഫി ഡ്രാമയാണ് മേധാൻ.